മഹാനായൊരു പ്രവാചകന്റെ മുഅ്ജിസത്ത് മെഡിസിനായിരുന്നു. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരിൽ പ്രഗൽഭനായ ഒരു നബിയുടെ മുഅ്ജിസത്ത് ഡോക്ടർമാരുടെ സേവനമായിരുന്നു. ആരാണത്? സയ്യിദുനാ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. വഉബ്രിഉൽ ലക്മഹ വൽ അബ്റസ് വഉഹ്യിൽ മൗതാ ബിഇذനില്ലാഹ് വഉബ്രിഉൽ ലക്മഹ വൽ അബ്റസ്. ജന്മനാ കണ്ണ് കാണാത്ത അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കാനും, വല്ലബ്റസ വെള്ളപ്പാണ്ട് രോഗം വന്നവർക്ക് ചികിത്സ നൽകാനും, വഉഹ്യിൽ മൗതാ മരിച്ചവർക്ക് ജീവൻ കൊടുക്കാനും എനിക്ക് കഴിയും ബിഇذനില്ലാഹ് അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയല്ല, ചികിത്സ ചെയ്യുന്നത് ഈസ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തായിരുന്നു. അത്രയും വലിയൊരു കർമ്മമാണ് നമ്മുടെ മക്കൾ മെഡിസിൻ കഴിഞ്ഞിറങ്ങുമ്പോ സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുയുടെ കൈകളിൽ ഷിഫാഇന്റെ കാരണങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എന്തിനേറെ പറയണം, സലാസത്തുൻ ഫീ ദുല്ലിൽ അർശ്, 3 വിഭാഗം അർശിന്റെ തണലിലാണെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 വിഭാഗത്തിന് അർശിന്റെ തണലുണ്ട്. അർശിന്റെ തണൽ കിട്ടുന്ന വേറെ ഒരു 7 വിഭാഗത്തെ തങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണെന്നറിയോ? അർശിന്റെ തണൽ കിട്ടുന്ന വേറെ 3 സൗഭാഗ്യവന്മാർ. ആയിദുൽ മരീദ്, രോഗിയെ സന്ദർശിക്കുന്ന ആളാണെന്ന്. വമുശയ്യിഉൽ മൗതാ, മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ. വത്വാഇഉ വാലിദൈഹി, മാതാപിതാക്കളെ അനുസരിക്കുകയും അവർ പറഞ്ഞതുപോലെ കേട്ട് അവരെ ബഹുമാനിച്ചവരെ ആദരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ. ഈ 3 വിഭാഗത്തിനും അർശിന്റെ തണലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിദുൽ മർള, രോഗിയെ ചെന്ന് കാണുക. ഒരു ഡോക്ടർ ഒരു ദിവസം എത്ര രോഗിയെ പോയി കാണുന്നല്ലേ? ഇറ്റ്സ് പാർട്ട് ഓഫ് ഹിസ് പ്രൊഫഷൻ, ശരിയാണ്. എന്നാലും ഒരു രോഗിയെ പോയി കാണുന്നില്ലേ? എത്ര രോഗികളെ വാർഡുകളിൽ കിടത്തിയിരിക്കുന്ന രോഗികളെയൊക്കെ ചില സന്ദർഭം മണിക്കൂറുകൾ ഇടപെട്ട് ഡോക്ടർമാരും നഴ്സുമാരും ചെന്ന് കാണാൻ, ശുശ്രൂഷ കൊടുക്കാൻ. നമ്മൾ ചെന്ന് കാണുന്നുണ്ട്, അതിന് വരെ കൂലിയാണ്. നമ്മൾ എന്താ പറയാ? ലാ ബഅസ് സുഹൂറുൻ ഇൻഷാ അല്ലാഹ്, വിഷമൊന്നും വേണ്ട, രോഗം ശിഫയാകുമെന്നാണ് നമ്മൾ പറയേണ്ടത്. രോഗിക്ക് മരുന്ന് കൊടുക്കുകയും രോഗത്തിന് ചികിത്സ കൊടുക്കുകയും ചെയ്ത് സന്ദർശിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും അതിന്റെ കൂലി? സാധാരണ സന്ദർശിക്കുന്നവർക്ക് വരെ അർശിന്റെ തണലെന്നാണ്. ഡോക്ടർമാർക്ക് എന്തായിരിക്കും? മുശയ്യിഉൽ മൗതാ, മരിച്ച ആളുകളെ കുളിപ്പിക്കുന്നത്, അവരെ കഫൻ ചെയ്യുന്നത്, മയ്യത്ത് മറവ് ചെയ്യുന്നത്, അവർക്ക് ഖബർ കുഴിക്കുന്നത്, അങ്ങനെ ഒരുപാട് സന്നദ്ധ സേവനം ചെയ്യുന്ന എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ മഹല്ലുകളിൽ കാണും. വലിയ സേവനമാണ്. അർശിന്റെ തണൽ അല്ലാഹു നൽകട്ടെ. ആമീൻ. വത്വാഇഉൻ ലിവാലിദൈഹി, വത്വാഇഉ വാലിദൈഹി, മാതാപിതാക്കളെ അനുസരിക്കുന്നവർ. ഈ 3 വിഭാഗത്തിന് മുത്തുനബി തങ്ങൾ പറഞ്ഞ ഈ ഒരു പ്രതിഫലം നബി തങ്ങൾ പ്രഖ്യാപിച്ചതിനേക്കാളും വലുതെന്ത് വേണം? അല്ലാഹു നമ്മുടെ മക്കൾക്ക് ആ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മെഡിസിൻ മുസ്ലിം ഉമ്മത്ത് കടന്നുവന്ന വളരെ മനോഹരമായ ഒരു ശാസ്ത്രമാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.